ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? കാലകറ്റിയാൽ വായ തുറക്കും. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെ ഉള്ളത് നാദരൂപിണി മ്യൂസിക് സ്കൂളിലെ കൂട്ടുകാരാണ്. അവരുടെ പരിപാടികളുടെ 2ാം ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കണേട്ടോ. ശ്രേയ ഷിജികുമാർ പാടുന്ന ഒരു ലളിതഗാനം കേൾക്കാം നമുക്ക്. കണ്ണനെ താരാട്ടു പാടി ഉറക്കാൻ അമ്മയുണ്ടായിരുന്നു, ഒരമ്മയുണ്ടായിരുന്നു. കണ്ണന്റെ കുസൃതികൾ കണ്ടു ചിരിക്കാൻ അമ്മയുണ്ടായിരുന്നു, ഒരമ്മയുണ്ടായിരുന്നു. വിൽവമംഗലത്തെ പൂജയേക്കാളിഷ്ടം അമ്മയോടായിരുന്നു. വിൽവമംഗലത്തെ പൂജയേക്കാളിഷ്ടം അമ്മയോടായിരുന്നു. അമ്മ കുരുക്കുന്ന മാലകൾ ചൂടുവാൻ കൗതുകമായിരുന്നു. കണ്ണന് കൗതുകമായിരുന്നു. കണ്ണനെ താരാട്ടു പാടി ഉറക്കാൻ അമ്മയുണ്ടായിരുന്നു, ഒരമ്മയുണ്ടായിരുന്നു. കണ്ണനെ കാണാതെ കാതരയായി കുരൂരമ്മ കരഞ്ഞിരുന്നു. കണ്ണനെ കാണാതെ കാതരയായി കുരൂരമ്മ കരഞ്ഞിരുന്നു. കണ്ണൻ മറഞ്ഞു നിന്നെന്നുമെന്നും അത് കണ്ടു ചിരിച്ചിരുന്നു. കണ്ണൻ മറഞ്ഞു നിന്നെന്നുമെന്നും അത് കണ്ടു ചിരിച്ചിരുന്നു. കണ്ണനെ താരാട്ടു പാടി ഉറക്കാൻ അമ്മയുണ്ടായിരുന്നു, കുരൂരമ്മയുണ്ടായിരുന്നു. കണ്ണൊന്നു തെറ്റിയാൽ കള്ളനായി ചെന്നവൻ വെണ്ണ കവർന്നിരുന്നു. കണ്ണൊന്നു തെറ്റിയാൽ കള്ളനായി ചെന്നവൻ വെണ്ണ കവർന്നിരുന്നു. എന്തു ചെയ്താലും അമ്മയ്ക്ക് പൊന്നുണ്ണി കൺമണിയായിരുന്നു, കള്ളക്കിങ്ങിണിയായിരുന്നു. എന്തു ചെയ്താലും അമ്മയ്ക്ക് പൊന്നുണ്ണി കൺമണിയായിരുന്നു, കള്ളക്കിങ്ങിണിയായിരുന്നു. കണ്ണനെ താരാട്ടു പാടി ഉറക്കാൻ അമ്മയുണ്ടായിരുന്നു, ഒരമ്മയുണ്ടായിരുന്നു. കണ്ണന്റെ കുസൃതികൾ കണ്ടു ചിരിക്കാൻ അമ്മയുണ്ടായിരുന്നു, ഒരമ്മയുണ്ടായിരുന്നു. ഇനി ഒരു കവിതയായാലോ? പാടുന്നതാരാന്നറിയോ? ചിന്മയ. പുഞ്ചനെൽപ്പാടങ്ങൾ പുഞ്ചിരി കൊൽകവെ കൊഞ്ചിയും പൂഞ്ചിറകിട്ടടിച്ചും ചെഞ്ചമ്മേ ചാഞ്ചാടി വാണു മലനാട്ടിൽ പഞ്ചവർണ്ണ കിളിയൊന്നു മുന്നം ഓമനിച്ചാരോ ചെറുപ്പത്തിൽ തന്നെയ കോമള തത്തയെ കൂട്ടിലിട്ടു കേട്ടു പഠിച്ചിതു കേരളത്തായി
തത്തക്കുട്ടി. ഇങ്ങനെ വാഴ്കവേ വന്നു പരദേശി, വാങ്ങിയ പക്ഷിയെ കൊണ്ടുപോയി. തന്നാട്ടുകാരോടും തായ്മൊഴിയോടുമായെന്നേക്കും പൈങ്കിളി യാത്ര ചൊല്ലി. ചാടിച്ചിലച്ചു നടന്ന നെൽപ്പാടവും പാടെ പഴുത്തുള്ള മാങ്കനിയും, പൊന്നിറം പൂണ്ടുള്ള വാഴപ്പഴങ്ങളും മിന്നും തന്നാടിനെ ഓർക്കും പാവം. കേരളം വിട്ടെന്നു തൊട്ടു മിണ്ടാട്ടവും കേളി വിലാസവും നാളിൽ നാളിൽ കാണെ കുറഞ്ഞു തുടങ്ങിയ പൈങ്കിളിക്കൂണിൽ ഉറക്കില്ല നക്കമില്ല. ഏതൊരു നാടു പിറവി തനിക്കേകി, ഏതു നാടേകിയോ കായ്കനികൾ, ഏതു തായാർ മൊഴി കേട്ടു പഠിച്ചിത മാതൃഭൂവിങ്കൽ നിന്നെത്തിയാരോ. തായ്മൊഴി തന്നില തത്തയോടകതൻ ഓമനിച്ചന്നേരമോതിടവേ, പ്രത്യുത്തരമതേ ഭാഷയിൽ ചൊല്ലിയ തത്തമ്മ തത്തിക്കളിച്ചു കൂട്ടിൽ. പക്ഷം കുറഞ്ഞും ചിലച്ചും ആ പൈങ്കിളി തൽക്ഷണമക്കൂട്ടിൽ ചത്തു വീണു. മർത്യനു മാത്രമോ പാരിൽ പറവയ്ക്കും ചിത്തഗുണം നൽകി ചിൽ സ്വരൂപൻ. മർത്യനു മാത്രമോ പാരിൽ പറവയ്ക്കും ചിത്തഗുണം നൽകി ചിൽ സ്വരൂപൻ. ദേവയാനി ഒരു കീർത്തനം ചൊല്ലാൻ പോവാണേ. ജഗജ്ജാലപാലം ചലത്ഖണ്ഡമാലം ശരചന്ദ്രപാലം മഹാദൈത്യകാരം നഭോനീലകായം ദുരാവാരമായം സുപദ്മാസഹായം ഭജേഹം ഭജേഹം. സദാ ബോധിവാസം ഗലത്പുഷ്പഹാസം ജഗത്സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രശസ്ത്രം ലസത്പീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം. രമാകണ്ഠഹാരം സുദിവ്രാന്തസാരം ജലാന്തവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ത്രിദാനേകരൂപം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദപീരം സമാധാനലീലം സദേവാനവീരം ജഗജ്ജന്മഹേതും പുരാണീകേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം. ഹൃദാഗ്മായ ഗാനം ദദാവിശയാനം വിമുക്തനിദാനം ഹരാരാധിമാനം സ്വഭക്താനുകൂലം ജഗദ്രക്ഷമൂലം നിരസ്താതശൂലം ഭജേഹം ഭജേഹം. സമസ്താമരേശം ഗിരിഭാവകേശം ജഗദ്ബിംബലേശം ഹൃദാകാശദേശം സദാ ദിവ്യദേഹം വിമുക്തഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം ഭജേഹം.
इदं यस्तु नित्यं समाधाय चित्तं पडेरष्टगं कण्ठहारं मुरारे स विष्णोर्विशोगं ध्रुवं यादि लोकं जराजन्मशोकं पुनर्विन्ददेनु. ഇനി ഒരു മാപ്പിളപ്പാട്ടാവാ അല്ലേ? വൈഡൂര്യയാണ് കേട്ടോ പാടണേ. വിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജര ദൂതരി ബറാഹി മാതരപ്പൂവിൻ്റെ അഴകരും തങ്കപ്പൂ പൂനാരി ഹാജര. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജര ദൂതരി ബറാഹി മാതരപ്പൂവിൻ്റെ അഴകരും തങ്കപ്പൂ പൂനാരി ഹാജര. ദൂതരി ബറാഹി മാതരപ്പൂവിൻ്റെ അഴകരും തങ്കപ്പൂ പൂനാരി ഹാജര. സമ്പൂർണ്ണ ദീനിൽ തിളങ്ങുമി ഹാജര ത്യാഗങ്ങളേറെ സഹിച്ച ബിഹാജര. സമ്പൂർണ്ണ ദീനിൽ തിളങ്ങുമി ഹാജര ത്യാഗങ്ങളേറെ സഹിച്ച ബിഹാജര. കൈക്കുഞ്ഞിൻ പൈതാഹം തീർക്കുവാൻ ഹാജര അഹദായ നാഥനെ സ്നേഹിച്ച ഹാജര. സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജര സാഫ മർവ കഥയിലും ബീവി ഹാജര. സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജര സാഫ മർവ കഥയിലും ബീവി ഹാജര. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജര ദൂതരി ബറാഹി മാതരപ്പൂവിൻ്റെ അഴകരും തങ്കപ്പൂ പൂനാരി ഹാജര. കനിമോനിസ് മഹിയിലോടൊത്തു ഹാജര കാമ്പ ശരീഫിങ്കിൽ ചെല്ലുന്നു ഹാജര. കനിമോനിസ് മഹിയിലോടൊത്തു ഹാജര കാമ്പ ശരീഫിങ്കിൽ ചെല്ലുന്നു ഹാജര. ആരും പുകഴ്ത്തുന്ന തൂമങ്ക ഹാജര കരുണാനിധിയോട് തേടുന്നു ഹാജര. സംസം കണ്ട അതിശയം പൂണ്ട ഹാജര സ്മരണയാണെന്നും ദീനി ബീവി ഹാജര. സംസം കണ്ട അതിശയം പൂണ്ട ഹാജര സ്മരണയാണെന്നും ദീനി ബീവി ഹാജര. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജര. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജര ദൂതരി ബറാഹി മാതരപ്പൂവിൻ്റെ അഴകരും തങ്കപ്പൂ പൂനാരി ഹാജര. എറിക്ക് ചൊല്ലണ ഒരു കവിത കൂടി കേട്ടാലോ? എത്ര സുന്ദരമെന്റെ മലയാളം മുത്തു പവിഴങ്ങൾ കുരുത്തൊരു പൊന്നുനൂൽ പോലെ. എത്ര സുന്ദരമെന്റെ മലയാളം മുത്തു പവിഴങ്ങൾ കുരുത്തൊരു പൊന്നുനൂൽ പോലെ. മണ്ണിൽ വീണു കൊരുത്തു നെന്മണി വിത്തു മുള പൊട്ടി മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പു വിതച്ചവർ തൻ ഈണമായി വന്നു. അന്നു പാടിയ പാട്ടിനു ഞാൻ ആടി മലയാളം
മുത്തുപവിഴങ്ങൾ കുരുത്തൊരു പൊന്നുനൂൽ പോലെ. എത്ര സുന്ദരമെന്റെ മലയാളം. മുത്തുപവിഴങ്ങൾ കുരുത്തൊരു സ്വർണ്ണമാലിക പൂ. എത്ര സുന്ദരമെന്റെ മലയാളം. മുത്തുപവിഴങ്ങൾ കുരുത്തൊരു പൊന്നുനൂൽ പോലെ. ഇനി നമുക്കൊരു ഗ്രൂപ്പ് സോങ് കേൾക്കാം. പാടുന്നത് ആരൊക്കെയാണെന്നറിയോ? ആയുഷി, ശിവപ്രിയ, ശിവദ, ദേവയാനി, ശിവമയ, ശ്രേയ ഷിജികുമാർ, ശ്രേയ ആർ നായർ. ഭാഗ്യലക്ഷ്മി ബാരമ്മ, ഭാഗ്യലക്ഷ്മി ബാരമ്മ, നമ്മമ്മനി സൗഭാഗ്യലക്ഷ്മി ബാരമ്മ. ಹೆಜ್ಜೆಯ ಮೇಳ ಹೆಜ್ಜೆಯ ನಿಕ್ಕುದ, ಹೆಜ್ಜೆಯ ಮೇಳ ಹೆಜ್ಜೆಯ
അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കാലകറ്റിയാൽ വായ തുറക്കും. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? കത്രിക. അപ്പോൾ ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പം എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പോൾ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചേച്ചിനെ എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതിക്കോട്ടോ. ദി സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഒന്നുകൂടി പറയണോ? ദി സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോട്ടോ. അപ്പൊ എല്ലാരും സന്തോഷായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.